ഹലോ ബാമിനി അമ്മ, വെൽക്കം ടു VMC അമ്മ. അമ്മ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയത് എപ്പോ മുതലാ? 1.5 വർഷം കഴിഞ്ഞല്ലേ? 1.5 വർഷം കഴിഞ്ഞു. ഓക്കെ. അപ്പോ ധ്യാനം ചെയ്യാൻ തുടങ്ങിയത് എങ്ങനെയാ പരിചയമായത് ഈ VMCയിലെ മെഡിറ്റേഷൻ? എനിക്ക് ഇവിടെ വന്ന് ആദ്യമേ മോളുടെ വീട്ടിൽ വന്നതാ? വീട്ടിൽ വന്ന് ഒന്നും അറിയത്തില്ല. പിന്നെ ഓം നമഃ ശിവായ എന്ന് പോലും അല്ല, അങ്ങനെയല്ല. അങ്ങനെ പോലും പറഞ്ഞിരുന്നില്ലേ? ഇല്ല, അല്ല, ഞാൻ പറഞ്ഞതാണ്. ഓം നമഃ ശിവായ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് അങ്ങ് പറഞ്ഞതാണ്. വെരി ഗുഡ്. പിന്നെ എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ വന്ന് പിന്നെ എന്റെ മകള് ഓരോന്നും പറഞ്ഞ് എന്നോട് തന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന് അന്ന് അതിന്റെ പിറ്റേ ദിവസം തൊട്ടു ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി. അന്ന് ചെയ്യാൻ തുടങ്ങിയത് വേറൊന്നുമല്ല, എനിക്ക് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഒക്കെ മാറട്ടെ എന്ന് എന്റെ മകള് പറഞ്ഞ് അവൾക്കും പിന്നെ നല്ല തൃപ്തിയോടുകൂടി അവള് പറയുന്നത് ഞാനും അത് കേട്ട് അന്ന് തൊട്ട് ഞാനത് ഇന്ന് വരെ മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യമെങ്ങാനും വൈകിട്ട് ചെയ്തില്ലെങ്കിൽ ഉള്ളൂ, അല്ലാതെ ഞാൻ ബ്രഹ്മമുഹൂർത്ത ധ്യാനം ചെയ്യുന്നുണ്ടോ അമ്മ? അങ്ങനെയാ ചെയ്യുന്നത്. 3:30 ആകുമ്പം എഴുന്നേക്കും. 3:30 ആകുമ്പം എഴുന്നേറ്റ് അവിടെ എന്റെ മകന്റെ വീട്ടിലാണ് ബ്രഹ്മമുഹൂർത്തം എന്തുവാ ഇതൊന്നും എനിക്കറിയത്തില്ല. കലണ്ടറെ പോയി ഞാൻ നോക്കിയാലും എനിക്ക് മനസ്സിലാകുകയില്ല. എന്നാലും ഞാൻ ആ സമയം ഏതായാലും വേണ്ടില്ല, കൃത്യമായിട്ട് ആ സമയം തൊട്ട് ഞാൻ ചെയ്യും. അത് ചെയ്യുന്നത് കൊണ്ട് അമ്മയ്ക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ്? ചെയ്തത് കൊണ്ട് എനിക്ക് എല്ലാം നേട്ടമേ ഉള്ളൂ. എന്നാന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിച്ചു, എനിക്ക് ക്യാൻസർ ആയിരുന്നു. എന്റെ ഈ ക്യാൻസർ കക്ഷത്തിലൊക്കെ മുഴയും ഈ ഇല്ലാത്ത അസുഖം വരാത്തടത്തും ഉണ്ടായിരുന്നു. പിന്നെ മുഴ അത് എന്റെ മരുമകൻ ഇവിടെ വന്ന് കൊണ്ടുപോയി എല്ലാം പരിശോധിച്ചു നോക്കി. അന്നേരം ഉണ്ട്, കുത്തി പരിശോധിക്കണം. അപ്പൊ ഞാന് ഇവിടെ ഈ ധ്യാനം ഇരിക്കുന്നുണ്ട്, ഉള്ളതാ. അന്നേരം ഞാൻ പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞ് പിന്നെ ഇവിടെ കാഞ്ഞിരപ്പള്ളി എവിടെ എങ്ങാണ്ടോ പോയി കുത്തി പരിശോധിക്കണം. ഞാൻ പറഞ്ഞു കുത്താനും പോകുന്നില്ല, പരിശോധിക്കാനും പോകുന്നില്ല. ഞാനൊരു മനസ്സിലൊരു സങ്കല്പം വെച്ചിട്ടുണ്ട്, എനിക്ക് അത് മതി എന്ന് പറഞ്ഞ് പിന്നെ പോന്നില്ലേ, പോണം എന്ന് എന്റെ മരുമകൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പോകണ്ട, എനിക്ക് ഇതൊരു വിശ്വാസമാ, എന്റെ വിശ്വാസമാ, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാനിവിടെ വന്ന് എനിക്ക് അത് 2 ആഴ്ച കഴിഞ്ഞപ്പം അപ്പൊ വീട്ടിൽ വെച്ച് എന്റെ മകന്റെ അരികെ വെച്ച് തന്നെ ഇവിടെ ഇങ്ങനെ മുഴ പോലെ തോന്നി. ഈ ഇല്ലാത്തടത്ത്, എടുക്കാത്തടത്ത് വലത്തുവശത്തെ തോന്നിയപ്പം പിന്നെ നേരത്തേന് വലിയൊരു ഒരെണ്ണമോ കഴിഞ്ഞ് ബുദ്ധിമുട്ടും പ്രയാസമായിട്ട് ഇരിക്കുവല്ലായിരുന്നു. അതൊക്കെ അതായത് ആദ്യം ക്യാൻസർ വന്നിട്ടുണ്ടായിരുന്നോ? ഈ അടുത്ത വശത്തെ അത് എടുത്തിട്ടുണ്ടായിരുന്നോ? അത് കഴിഞ്ഞ ഈ വലത്തുവശത്ത് ഇങ്ങനെ കണ്ട് ഞാൻ അവിടുന്ന് പിന്നെ ഇവിടെ വന്നപ്പോഴാ ഇത് ഇങ്ങനെ ഒരു സങ്കല്പം, ഇങ്ങനെ ഒരു ധ്യാനം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ ഞാൻ വിശ്വസിച്ചു. അത് പോയി ആശുപത്രിയിൽ പോയി ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേന് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം അതൊന്നുമില്ല അവിടെ. അതൊന്നുമില്ല. പിന്നെ എടുത്തതിന്റെ ഇത് ഇപ്പോഴും എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ബയോപ്സി റിസൾട്ടാണോ? റിസൾട്ട് എന്ന് പറഞ്ഞ ഇപ്പോഴും എന്റെ കയ്യിലില്ല. പിന്നെ കോപ്പി ഇരിപ്പുണ്ട്, ആ മുഴ ഇങ്ങനെയുള്ള ഭാഗങ്ങളും സ്കാൻ ചെയ്തതിന്റെ അല്ലേ? ഓക്കെ. പക്ഷെ ഈ 2 ആഴ്ച കഴിഞ്ഞ് ധ്യാനം ചെയ്ത് കഴിഞ്ഞ് പോയപ്പോ അതൊക്കെ ഇല്ലാണ്ടായി. ഇല്ല, ഒന്നുമില്ല. പിന്നെ ഇവിടെ അത് ഈ എടുത്ത വശത്ത് ഇങ്ങനെ ഒരു മുഴ പോലെ എപ്പോഴും ഉണ്ട്. അന്നേരം അത് ഡോക്ടറോട് ചോദിച്ചപ്പോ പറഞ്ഞ് നമ്മുടെ ശരീരത്ത് എന്തുമാത്രം അവയവങ്ങളും ഞരമ്പുകളും നാടിഞരമ്പുകളെല്ലാം ഓപ്പറേഷൻ ചെയ്തതെല്ലാം കൂടെ കൂട്ടിക്കെട്ടി വെച്ചേക്കുന്നതാ. ഒരിക്കലും അമ്മച്ചി പേടിക്കണ്ട, അത് വേറൊന്നുമല്ല, അതുപോലെ തന്നെ ഇപ്പോഴും അത് അവിടെ ഇരിപ്പുണ്ട്. വേദനയൊന്നുമില്ല. ചില സമയത്ത് ഒരുമാതിരി അരിപ്പ് പോലെ അത് ഈ ധ്യാനം ചെയ്താൽ അതുമില്ല. പിന്നെ എന്റെ കാലിന്റെ വേദനയാ, വേദന മുട്ട് അത് പണ്ടേ എനിക്കുണ്ട്. പിന്നെ അങ്ങനെ വന്ന് വേദനകളും അതും ഇതും എല്ലാം കുറഞ്ഞ്. പിന്നെ ഞാൻ പറയാൻ എന്താ പറയുന്നേ, ഞാൻ പറയേണ്ടത്, ഞാൻ തന്നെ ഡോക്ടറരിക്കെ പോയി എനിക്ക് മൂത്രത്തിന്റെ അസുഖം ഉണ്ടായിരുന്നു. അപ്പം നടക്കുമ്പോഴൊക്കെ
പോകുമായിരുന്നു. പറയുന്നതന്നെ ഞാൻ പറയുമല്ലേ. അങ്ങനെ വന്നു. പിന്നെ അതും എനിക്ക് എനിക്ക് നടക്കുന്നതിനും ഒന്നുമില്ല. എന്നാലും നമുക്ക് സംരക്ഷണം വേണം. എങ്ങോട്ടേലും പോകുമ്പോ ആരുടെയും എവിടെയൊക്കെ അടുത്തൊക്കെ പോകുന്ന സമയത്തൊക്കെ നമ്മൾ മനുഷ്യരല്ലേ, അവരും മനുഷ്യരല്ലേ. അപ്പൊ ആ മണമൊന്നും വരാതിരിക്കാനായിട്ട് ഇപ്പൊ എനിക്ക് സുഖമായിട്ട് പോവുകയും വരികയും ഒക്കെ ചെയ്യാം. എവിടേക്കും പോവാം ഇപ്പൊ ധൈര്യമായിട്ട്. മെഡിറ്റേഷൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ മാറ്റമൊക്കെ അല്ലേ. എല്ലാ പിന്നെ എന്നാന്ന് ചോദിച്ചാൽ എനിക്കങ്ങ് ഭയങ്കര എന്നേലും ആരേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിന്റെ ഒരു മറുപടി പറയുക, കലിപ്പ, ഇതെല്ലാം ഉള്ളതാ. പക്ഷെ പറഞ്ഞ് അത് തീർത്താലേ എനിക്ക് സമാധാനമുള്ളൂ. പക്ഷെ ഇപ്പം അത് അവരെന്നേലും പറയട്ടെ, നമുക്ക് തന്നെയല്ലേ. ഇതാണ് ഇപ്പോഴത്തെ പ്രവൃത്തി, ഇപ്പോഴത്തെ അവസ്ഥ. നല്ല സ്ഥിതിയാണത്. ഓക്കെ. അതുകൊണ്ട് പിന്നെ ഞാൻ എന്റെ ഓക്കെ. അമ്മ VMCയിലെ വീഡിയോസ് പോലും കേൾക്കാൻ പറ്റില്ല അമ്മയ്ക്ക്, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇല്ല. പക്ഷെ ഈ ധ്യാനം മാത്രമാണ് അമ്മ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവന്നത്. അപ്പൊ എല്ലാവരും ധ്യാനം ചെയ്യണ്ടേ അമ്മേ? എല്ലാ മനുഷ്യരും ചെയ്യണം. അതാണ് പറയുന്നത്. ഞാൻ എന്റെ കൊച്ചുമക്കളോട് എനിക്ക് പിന്നെ കൊച്ചുമക്കൾ എനിക്ക് ഒത്തിരി പേരുണ്ട്, 10-15 പേരുണ്ട്. മക്കളുടെ മക്കളും പിന്നെ എന്റെ മക്കള് എല്ലാം കൂടെ എനിക്ക് 10-22 പേരുണ്ട്. അവരോടൊക്കെ ഞാൻ പറയും, ദൈവമേ ഇതിനൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് എന്ത് സമാധാനം നമ്മുടെ കുടുംബത്തിലും കാണും, എല്ലാം നമ്മുടെ ശരീരത്തും കാണും. നമ്മുടെ ഈ അനാവശ്യമായ ഈ പിന്നെ പൈസ ചെലവും എല്ലാം മാറും. അത് കാരണം കൊണ്ട് മക്കളെല്ലാരും ആര് കേൾക്കാനും. പക്ഷെ അമ്മ പറയുന്നത് കേൾക്കാൻ ഒരുപാട് മക്കളുണ്ട്. പറഞ്ഞോളൂ. മക്കള് അതെ, ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് മക്കള്, അമ്മയുടെ മക്കളും കേൾക്കും. അവരും അമ്മയുടെ മക്കളല്ലേ. അപ്പൊ അവരോട് പറഞ്ഞോളൂ, എല്ലാരോടും ധ്യാനം ചെയ്യാൻ പറയൂ. എല്ലാരോടും ധ്യാനം ചെയ്യണം. എല്ലാവരും ധ്യാനം ചെയ്യണം. ധ്യാനം ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ കുടുംബത്തിലെ പിന്നെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വൈരാഗ്യവും വാശി എല്ലാം പാടെ മാറിയിട്ട് ഒരു ശാന്ത രീതി നമുക്ക് കിട്ടും. ശാന്തമായിട്ട് നമുക്ക് ജീവിക്കാൻ നമ്മളെ ഈശ്വരൻ